ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമ ശാലിനിക്ക് വീണ്ടും ഒരു വാണിംഗ് കൊടുത്ത് സത്യഭാമ അവിടെ നിന്ന് പോകുമ്പോൾ ശാലിനി ആണെങ്കിലോ ഒരു ഇരയെ കയ്യിൽ കെട്ടി ആ ലാസ്റ്റ് നിമിഷം തൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതിനെ കുറിച്ച് ഓർക്കുകയാണ് കേട്ടോ. ഇതേ സമയം ശാലിനി ആണെങ്കിൽ അവളെ എല്ലാം തുറന്നു പറഞ്ഞിരുന്നു എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം രോഹിത് എത്തിയിരിക്കുന്നു. രോഹിത് രാഘവൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ രാഘവൻ പറയണേ, എടാ എന്നാൽ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നീ ഇങ്ങനെ പോയത് ഒരിക്കലും ശരിയായില്ല എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ് അച്ഛാ. ചില കാര്യങ്ങൾ ആര് തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല. അച്ഛനിവിടെ ഉണ്ടായിട്ടും ഒരു കാര്യവും ഉണ്ടായില്ലല്ലോ. അപ്പം അക്കൂട്ടത്തിലാണ് നീയും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു കാര്യവുമില്ലാത്ത രണ്ട് പാഴ്ജന്മങ്ങളാണോ ഇവിടെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ രോഹിത് പറയണ, അങ്ങനെയല്ല അച്ഛാ. ചില വാശികൾക്ക് മുന്നിൽ ചിലതിന് തലകുനിച്ച് കൊടുക്കുകയാണ് നല്ലത്. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇല്ലാതിരിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. എന്താ നീ പറഞ്ഞു വരുന്നത്? അതല്ല, ആദ്യത്തെ പ്രശ്നം സത്യാമ്മ ഉണ്ടാക്കിയത് മധുശ്രീയുമായുള്ള വിഷ്ണുപ്രയുടെ കല്യാണം. അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഏറ്റവും വലിയ തെറ്റാണ്. പിന്നെ വിഷ്ണുപ്രഭ ഒരു തീരുമാനമെടുത്തു, വിവാഹം കഴിച്ചു. അത് ചെറിയൊരു തെറ്റ്. എന്തായാലും ആ രണ്ട് തെറ്റുകളും ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. അതിന് തരണം ചെയ്ത് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ നീ എന്താ ഇപ്പം ഈ പറയുന്നത്? നീ ഇങ്ങനെ ഓഫീസ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛാ, ഞാൻ ഈ ഓഫീസ് കാര്യങ്ങൾക്ക് പോയത് കൊണ്ട് തന്നെ കോഴിക്കോട് നമ്മളുടെ ബ്രാഞ്ച് ഉണ്ടല്ലോ, അതൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റി. പിന്നെ ഇവിടെ നിന്ന് ഭ്രാന്താവും. മനസ്സമാധാനം തേടിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ വിഷ്ണു ഇറങ്ങി വരുന്നത്. അങ്ങനെ വിഷ്ണു ഇങ്ങനെ രോഹിത്തിനെ കാണുമ്പോൾ, ആ ബ്രോ നീ എത്തിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാൻ എത്തിയിരിക്കുന്നു. സുഖമാണ് അവിടെ നിനക്ക്? ആ സുഖമാണ്. പോയ കാര്യം എന്തായി? അതൊക്കെ നല്ല അടിപൊളിയായി നടന്നു എന്നും പറയുന്നു കേട്ടോ. ഇതൊക്കെ കേട്ട് രാഘവൻ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി വിഷ്ണുവിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അവിടോട്ട് സത്യഭാമ കയറി വരുന്നത്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, സത്യാമ്മ എങ്ങോട്ടാ പോയിരിക്കുന്ന? വല്ല മീറ്റിങ്ങിനും ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്നിങ്ങനെ പരിഹസിച്ച് രാഘവൻ പറയുന്ന സമയത്ത് സത്യാമ്മ ഇറങ്ങി വരുന്നു കേട്ടോ. എന്നാൽ ഈ സമയം കാർത്തികയാണെങ്കിലോ വണ്ടിയിൽ നിന്ന്, മോളെ നീ ഇറങ്ങു കാർത്തി എന്നൊക്കെ പറഞ്ഞ് നല്ല മയത്തോടു കൂടി കാർത്തിയോട് സത്യാമ്മ സംസാരിക്കുന്നു. എന്നാൽ ശ്യാമ എങ്ങനെ തൂറിച്ച് നോക്കുകയാണ്, രക്ഷി നോക്കുന്നത് പോലെ. ആ നോട്ടത്തിൽ തന്നെ ശ്യാമ ദഹിച്ചു പോവും. അത്രയും വലിയ നോട്ടമാണ് കേട്ടോ. അങ്ങനെ ശ്യാമയോട് നീ ഇറങ്ങുന്നില്ലടി എന്നിങ്ങനെ ഉച്ചത്തിൽ ചോദിക്കുമ്പോൾ ആകെ പേടിച്ചു പോവാണ് ശ്യാമ. അങ്ങനെ പിന്നീട് 3 പേരും ഇറങ്ങുമ്പോൾ, മീറ്റിങ്ങിനല്ല, ഞാനൊരു അത്യാവശ്യ കാര്യത്തിനാണ് പോയത് എന്നിങ്ങനെ പറഞ്ഞിട്ട് രാഘവൻ്റെ മുന്നിൽ വന്ന് അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. എപ്പോഴാടാ നീ എത്തിയത്? ഞാനിതാ ഇപ്പോൾ എത്തിയുള്ളൂ അമ്മേ. ആ, എത്തിയത് നന്നായി. അല്ലെങ്കിലേ ഞാൻ നിന്നെ വിളിച്ചു വരുത്താൻ ഇരിക്കുകയായിരുന്നു. അതിനെന്താ പ്രശ്നം? നിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഇവളുണ്ടല്ലോ എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചിട്ട് അങ്ങ് നീക്കുകയാണ്. ഇവള് വലിയൊരു പെരുങ്കള്ളിയാണ്. അത് കേൾക്കുന്ന രോഹിത് ഞെട്ടിപ്പോകുന്നു കേട്ടോ. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ രാഘവനും, എന്താ ബാമേ നിൻ്റെ അടുത്ത പ്രശ്നം? അതെ, ഞാൻ മീറ്റിങ്ങിന് പോയി എന്ന് പറഞ്ഞല്ലോ. ഞാൻ മീറ്റിങ്ങിനല്ല പോയത്, അത് ശാലിനിയുടെ മീറ്റിംഗ് ആയിരുന്നു. ഇവളുടെ ശാലിനിയെ വിളിച്ചു വരുത്തി, IAS വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ കാർത്തികയെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇത് കേൾക്കുന്ന വിഷ്ണു, ശാലിനി അന്വേഷണത്തിന് ഇറങ്ങൽ തുടങ്ങിയിരിക്കുന്നു. അവളുടെ മനസ്സമാധാനം പോയിരിക്കുന്നു. അപ്പോൾ സത്യയെക്കുറിച്ചുള്ള ആ സത്യം അവളെ ഒരുപക്ഷെ ഞാൻ മുന്നിൽ ചെന്നാൽ പറയായിരിക്കും എന്നിങ്ങനെ വിഷ്ണു ചിന്തിക്കുന്നു കേട്ടോ. ഇതേ സമയം എന്താ സത്യഭാമ നീ പറയുന്നത് എന്നിങ്ങനെ രാഘവൻ ചോദിച്ചുടൻ തന്നെ ഇവളെ കാർത്തികയെ ചോദ്യം ചെയ്യാം, വിഷ്ണുവിനെ കല്യാണം കഴിച്ചത് അതിൽ നിന്നും പിരിഞ്ഞു പോകാനും ഒക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ വേണ്ടി പോലീസ് ഏമാമാരുണ്ടല്ലോ, പോലീസ് ഗുണ്ടകളുണ്ടല്ലോ, അവരുടെ കയ്യിൽ നിന്നല്ല ഉണ്ട കൊടുക്കുന്ന ഇടി കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ശാലിനിയും കൂടി കാർത്തികയിട്ട് കുടയുമ്പോഴാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത്. അതിനെ വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയട്ടോ. ഇതൊക്കെ കേട്ട് പൊന്നിക്ക് ആകെ ബോറടിക്കുകയാണ്. അങ്ങനെ പൊന്നിയാണെങ്കിൽ കുഞ്ഞിനെ തിരഞ്ഞങ്ങ് കയറി പോകുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക്. അപ്പോൾ ഉടൻ തന്നെ രോഹിത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവളെ എന്നെ പറ്റിച്ച് അമ്പലത്തിലോട്ടൊന്ന് പറഞ്ഞിട്ട് ഇവള് കൊണ്ടുപോയിരിക്കുന്നത് ശാലിനിയുടെ മുന്നിലോട്ടാണ്. സത്യഭാമയുടെ വീടിൻ്റെ പടി ചവിട്ടാൻ ആർക്കും പേടിയാണ്. അതുകൊണ്ട് സത്യഭാമയെ കബളിപ്പിച്ച ഇവൾക്ക് ശിക്ഷ നൽകാതിരിക്കില്ല. അത് കേൾക്കുന്ന രോഹിത്, എന്താ സത്യഭാമ പറയുന്നത്? ഇവൾക്ക് ശിക്ഷ നൽകണം. ഇവൾ എന്നെ കബളിപ്പിച്ചതിൽ, അമ്പലത്തിലോട്ടാണെന്ന് പറഞ്ഞ് കാർത്തികയെ കൊണ്ടുപോയതിൽ ഇവൾക്ക് ഞാൻ ശിക്ഷ നൽകിയിരിക്കുമെന്ന് പറയുമ്പോൾ, ഈ ഭാമേ വേണ്ട എന്ന് പറയുമ്പോഴേക്കും ഇതിനെ ഞാൻ നൽകുന്ന ശിക്ഷ എന്ന് വെച്ചാൽ ആരതിത്തട്ട് എടുത്ത് നീ സത്യം ചെയ്യണം, എന്നേക്കുമായി നിന്റെ കുടുംബവുമായുള്ള ബന്ധം വേണ്ടെന്ന് വെക്കണം. അത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ. ശ്യാമക്ക് പറയാനില്ല. നിന്റെ മരണം വരെ എന്നും കൂടി അങ്ങ് പറയണം കേട്ടോ. അങ്ങനെ ആരതിത്തട്ടിൽ നീ സത്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് സത്യഭാമ വായെടുത്തില്ല. അപ്പോഴാണ് പൊന്നി ഇങ്ങനെ, മോളെ നീ ഇങ്ങനെ വാശി പിടിക്കല്, ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ കുഞ്ഞ് എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു ഒരൊറ്റ തട്ട് ആ പാത്രം
ആ പാത്രം ഒന്നായി താഴോട്ട് വീഴുന്നു, ഭക്ഷണം താഴോട്ട് വീഴുന്നു കേട്ടോ. ഇത് കണ്ട് സത്യഭാമയും രാഘവനും പൊന്നിയും രോഹിത്തും എല്ലാവരും ഞെട്ടി നിൽക്കാണ്. അങ്ങനെ പപ്പി ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്താ മോളെ നീ കാണിച്ചത്, എനിക്ക് ഭക്ഷണം വേണ്ടാഞ്ഞിട്ടല്ല അച്ഛാ എന്ന് രോഹിത്തിനോട് പപ്പി പറയണേ. അപ്പോൾ രോഹിത്ത് പറയണേ, പൊന്നി നിങ്ങളോട് ഒത്തിരി തവണ പറഞ്ഞിട്ടില്ലേ മോൾക്ക് ഭക്ഷണം വേണമെങ്കിൽ കഴിച്ചോളൂ, നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ പൊന്നി പറയാണ്, അങ്ങനെ തന്നെ ഞാനും വിചാരിച്ചത്, നിർബന്ധിച്ച് കഴിക്കണ്ട എന്ന് കരുതി ഞാൻ കഴിക്കാതിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റതിന് ശേഷം കുഞ്ഞൊരു ജനബാലം പോലും കഴിച്ചിട്ടില്ല. അതുകൾക്ക് രണ്ടുപേരും ഞെട്ടുണ്ട് കേട്ടോ. സത്യഭാമ പറയാനില്ല, ക്ഷമയും ഞെട്ടിപ്പോകുന്നു. ഇവള് നിരാഹാരം എടുത്തതുപോലെയാണ് ഇവള് കാട്ടിക്കൂട്ടുന്നത്. ഇവളോട് ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് പറയുന്നു. എന്നാൽ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്ന് പറഞ്ഞാലും വിശന്നാലും ഞാൻ കഴിക്കില്ല എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ നിർബന്ധിക്കാതിരിക്കൂ കുഞ്ഞെ എന്നിങ്ങനെ രോഹിത്തിനോട് ചോദിക്കുമ്പോൾ രോഹിത്ത് ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്, എനിക്ക് വേണ്ടാഞ്ഞിട്ടാ അച്ഛാ എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന സത്യഭാമ എണീറ്റ് നിൽക്കുന്ന സത്യഭാമ ആ ചെയറിലൊക്കെ ഇരുന്ന് സത്യാമ്മയുടെ കൊച്ചുമോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പപ്പിയെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് എൻ്റെ പൊന്നെ നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്, എനിക്ക് വേണ്ടാഞ്ഞിട്ട് എന്ന് പപ്പി പറയുന്നു. എന്താണെങ്കിലും ഈ അച്ഛമ്മയോട് പറ എനിക്ക് വേണ്ടാഞ്ഞിട്ട്. അപ്പോൾ കുട്ടിയോട് വീണ്ടും ചോദിക്കുന്നു, പൊന്നി നിനക്ക് ഭക്ഷണം വാരിത്തരാമെന്ന് പറഞ്ഞിട്ട് നീ എന്താ മോളെ കഴിക്കാത്ത, എന്താ നിൻ്റെ വിഷമം. അത് കേൾക്കുന്ന രാഘവനും ചോദിക്കാണ്, മോളെ നിൻ്റെ പ്രശ്നം എന്താ. രോഹിത്തും ചോദിക്കുന്നു, നിൻ്റെ പ്രശ്നം എന്താ. അപ്പോൾ ഉടൻ തന്നെ എൻ്റെ പ്രശ്നം, എനിക്ക് ആകെ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ടല്ലേ ഉള്ളൂ, ആ ബെസ്റ്റ് ഫ്രണ്ടിനെ വേണ്ടെന്ന് വെച്ചില്ലേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ സത്യാമ്മ പറയാണ്, അവൾ ചീത്ത കൂട്ടാണ്, അങ്ങനെയാണെങ്കിൽ ഞാനും ചീത്തതാണ് എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന മോളെ നീ എന്താ ഈ പറയുന്നത്, ഞാനും ചീത്തയാണ്, സത്യ ചീത്തയാണെങ്കിൽ പപ്പിയും ചീത്തയാണ്. അപ്പോൾ ഉടൻ തന്നെ സത്യാമ്മയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കുട്ടി ഇങ്ങനെ വാശി പിടിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ രാഘവൻ പറയാണ്, ബാമേ ഇവളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നീ സാധിപ്പിച്ച് കൊടുക്കും, ഒരേ ഒരു കുഞ്ഞല്ലേ, ഒരു ഫ്രണ്ടല്ലേ, ആ ഫ്രണ്ടിനെ ഇവൾക്ക് വിളിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞെങ്കിൽ ഇവൾക്ക് അത് സാധിപ്പിച്ച് കൊടുക്കുമെന്ന് പറയാം കേട്ടോ. ഇതേ സമയം പപ്പി പറയണേ, എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കണം, എന്നിട്ട് നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ആ ബർത്ത്ഡേക്ക് വിളിക്കണം എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന സത്യാമ്മ ചോദിക്കാം, മോളെ നിൻ്റെ ബർത്ത്ഡേ ആണോ എന്ന് സത്യാമ്മ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചോദിക്കുമ്പോൾ രാഘവൻ പറയാം, അതിനെങ്ങനെ, നിനക്ക് ഇവിടെ ഉണ്ടായിരിക്കുന്ന ആകെ ഒരു തരിയുള്ളൂ, ആ ഒരു തരി പെൺകുട്ടിയുടെ ബർത്ത്ഡേ ആണ് നാളെ എന്ന് അറിയാൻ പോലും നിനക്ക് താല്പര്യമില്ല, അതിനെങ്ങനെ കുഞ്ഞിനെയും കുഞ്ഞിൻ്റെ അമ്മയെയും വേദനിപ്പിച്ചും കൊണ്ടിരിക്കുക, മാനസിക പീഡനം നീ കൊടുത്തുകൊണ്ടിരിക്കല്ലേ എന്നിങ്ങനെ പറയണേ കേട്ടോ. അപ്പോൾ തന്നെ സത്യഭാമ, ഇനിയിപ്പോൾ ഞാനായി ആരെയും മാനസിക പീഡനം ചെയ്യുന്നില്ല, എന്നാൽ നിങ്ങളൊരു പണി ചെയ്തോളൂ, നീ സത്യക്കൊന്ന് വിളിച്ചോ എന്നിങ്ങനെ സമ്മതം നൽകുകയാണ്. അപ്പോൾ തന്നെ അച്ഛാ ആ ഫോണിങ്ങ് തന്നേന്ന് പറയണം. അങ്ങനെ രോഹിത്ത് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയണ, മോളെ നാളെ നിൻ്റെ ബർത്ത്ഡേ ആണ്, ആ ബർത്ത്ഡേ ആകുമ്പോൾ ഈ വീട്ടിൽ ആരോടും പിണങ്ങരുത്, പിണങ്ങുന്നത് ശരിയല്ല, എല്ലാവരോടും നീ മിണ്ടണം. ശരി എന്ന് പറഞ്ഞ് കാർത്തികയെ ഇങ്ങനെ നോക്കുകയാണ്. നിൻ്റെ വിഷ്ണു അച്ഛനോട് പോലും എന്നിങ്ങനെ പറയുന്നത്, ശരി എന്ന് പറയണേ. അങ്ങനെ സത്യയെ വിളിക്കാൻ വേണ്ടി കുഞ്ഞ് ഫോൺ എടുക്കുമ്പോൾ വിഷ്ണുവിന് സന്തോഷമാവണം കേട്ടോ. എൻ്റെ സത്യ, എൻ്റെ ശാന്തി എൻ്റെ കൺമുന്നിൽ വരാൻ പോകുന്ന ആ നിമിഷങ്ങൾ വിഷ്ണു ഇങ്ങനെ ഓർത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം വിഷ്ണു ഫോൺ എടുക്കുമ്പോൾ സംസാരിക്കുമ്പോളെ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം. അങ്ങനെ സത്യക്ക് ഫോൺ വിളിച്ചപ്പോൾ സത്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പപ്പി പറയണേ, സത്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കിട്ടുന്നില്ലല്ലോ, നമുക്ക് അവരുടെ വീട്ടിലോട്ട് പോവാച്ചാ എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. ഞാൻ ഫോൺ വിളിക്കാനുള്ള അവസരം തന്നു, ഇനി വീട്ടിലോട്ട് പോയാൽ ആ കിന്നാരൊന്നും വേണ്ട, അതും ആ വീട്ടിലോട്ട് അവറ്റങ്ങളുടെ വീട്ടിലോട്ട് കാല് കുത്തരുത് എന്ന് പറയുമ്പോൾ രാഘവൻ പറയാണ്, സത്യമേ വേണ്ട ബാമേ, നീ ഇങ്ങനെയൊന്നും പറയരുത്, അങ്ങനെയൊന്നും ചെയ്യരുത്. അതെ ഞാൻ ഇവൾക്ക് വിളിക്കാനുള്ളൊരു സമ്മതം കൊടുത്തു, ഇനി ഫോൺ വിളിച്ചിട്ട് വരികയാണെങ്കിൽ വന്നാൽ മതി, അവരുടെ വീട്ടിൽ പോയിട്ട് ക്ഷണിക്കൊന്നും വേണ്ട. അപ്പോൾ ഉടൻ തന്നെ ഫോൺ വിളിച്ച് കിട്ടാത്തത് കൊണ്ടല്ല അവരുടെ വീട്ടിലോട്ട് പോകുന്നത്, അല്ലാതെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവളെ സങ്കടപ്പെടുത്താൻ നിൽക്കണോ, ഇനി അവരുടെ വീട്ടിലോട്ട് പോകാനൊന്നും സമ്മതം കൊടുത്തേക്കെന്ന് പറയുമ്പോൾ സത്യഭാമ സമ്മതിക്കാതെ അകത്തോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും സത്യ വരും, സത്യയും പപ്പയും കൂടി ബർത്ത്ഡേ ആഘോഷിക്കും. നല്ല നിമിഷമാണ് കേട്ടോ ഇനി വരുന്നത്.